നമസ്കാരം. കണ്ടോ ആൻഡ് കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കണ്ടന്റുമായിട്ട് വന്നിരിക്കുകയാണ്. വിജയത്തിന്റെ രഹസ്യങ്ങൾ. വിജയത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ വിജയിക്കാൻ കുറച്ച് രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാലേ. എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ വിജയത്തിന്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്ന വേറൊരു വാക്കുണ്ട്, പരാജയം. വിജയവും പരാജയവും. വിജയിച്ചവരുടെ വാക്കുകളിൽ നിന്നാണ് ആളുകൾ പ്രചോദിതരാകുന്നത്, മോട്ടിവേറ്റഡ് ആകുന്നത് എന്നൊരു സുഹൃത്തിന്റെ അഭിപ്രായത്തിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. ജീവിതത്തിൽ വിജയിച്ച ഒരാൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണോ വിജയിക്കുന്നത്? അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ഒരു വലിയൊരു ജോലി കിട്ടുന്നതാണോ വിജയം? ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണോ വിജയം? സമൂഹത്തിൽ വളരെ നിലയും വിലയും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നതാണോ വിജയം? സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണോ വിജയം? ജീവിതം വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു ഘട്ടത്തില് അല്ലെ, ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടന്നു വരുന്നവരാണോ വിജയിക്കുന്നത്? ഈ വിജയവും പരാജയവും പരസ്പര പൂരകങ്ങളാണ്. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് ജയിക്കാനാകില്ല, നിങ്ങളുടെ പങ്കോട് കൂടി നിങ്ങൾക്ക് തോൽക്കാനും ആകില്ല എന്ന് വളരെ പ്രശസ്തമായ വാക്കുകളാണ് അല്ലെ. പ്രശസ്തനായ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളാണ്. നമ്മളുടെയൊക്കെ ജീവിതയാത്രയില് ഈ ജയവും പരാജയവും നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും കൂടെയുണ്ട് ജയവും പരാജയവും. ഉയർച്ച താഴ്ചകളെ പോലെ, സുഖദുഃഖങ്ങളെ പോലെ, രാത്രിയും പകലും പോലെ ജയവും പരാജയവും ഉണ്ട്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ. എത്ര പേര് ഈ വാക്കുകളിൽ പ്രചോദിതരായിട്ട് ജയത്തിനെയും പരാജയത്തിനെയും വേർതിരിച്ച് കണ്ട് ജയിക്കാനായിട്ട് നടന്നിട്ടുണ്ട്. ഈ ജയിക്കാനും പരാജയപ്പെടാനും, ജയിക്കാനും തോൽക്കാനും നമ്മൾ എന്ന് പറയുന്ന ആ ഘടകം, നമ്മളുടെ പങ്ക്, കോൺട്രിബ്യൂഷൻ നമ്മുടെയാണ്. ഇങ്ങനെ ഒരുപാട് നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് മഹാന്മാര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. മഹാരഥന്മാരുടെ വാക്കുകൾ, കോട്സുകൾ, നമ്മൾക്ക് കിട്ടുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ, നമ്മൾ മറ്റുള്ളവർക്ക് വളരെ പ്രിയത്തോടു കൂടിയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന മെസ്സേജുകൾ, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു എനർജി, ഒരു പ്രത്യേക ഒരു ആനന്ദം വരുന്നുണ്ട് അല്ലെ, ഒരു സന്തോഷം, എന്നുള്ളൊരു തോന്നല്. കൊള്ളാലോ, അടിപൊളി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മളത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വായിച്ചു മറക്കേണ്ട കാര്യങ്ങളാണോ? എത്ര പേര് ഇതെല്ലാം ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ട്? നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് പലരും നടന്ന വഴികളിലൂടെയാണ്. ഓരോരുത്തരും വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷെ കേൾക്കുമ്പോൾ നമ്മളും കടന്നു വന്ന വഴികളെ പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ എന്നെ പോലെ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പോലെ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം, അതാണ് നമ്മളെ പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ വിജയ വഴികളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളെ മോട്ടിവേറ്റഡ് ആക്കുന്ന വാക്കുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോരുത്തരെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് സ്വാധീനിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളെ ഇങ്ങനെ ഒരുപാട് പേര് സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഒരാളുടെ കാഴ്ചപ്പാടുകളാണ്. ഒരാൾ വിജയിച്ചു, അവനവന് തോന്നണം ഞാൻ വിജയിച്ചോ, എന്റെ ജീവിതം ഇവിടെ വന്ന് എത്തി നിൽക്കുമ്പോൾ ഞാൻ വിജയിച്ച ഒരാളാണോ എന്ന് ഓരോരുത്തരും സ്വന്തം മനസ്സിനോട്, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ഉള്ളിലുള്ള ആ ഞാൻ എന്ന് പറയുന്ന ആളോട് ചോദിക്കുക, ഞാൻ വിജയിച്ച ആളാണോ? എന്താണ്? വിജയിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പരാജയപ്പെട്ടവർക്ക് സന്തോഷമില്ലേ? പരാജയം ആഘോഷിക്കുന്നവരില്ലേ? വിജയം ആഘോഷിക്കുന്നത് പോലെ പരാജയം ആഘോഷിക്കുന്നില്ലേ? ജീവിതയാത്രയില് വിജയിക്കാനുള്ള ചില വഴികളുണ്ട്. വിജയിച്ചവർ പറഞ്ഞു തരുന്ന ചില വഴികൾ. ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ
താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. എനിക്ക് ഒരു തവണയെങ്കിലും ജയിക്കണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളുകളിൽ കോളേജിൽ എത്തുമ്പോൾ നമുക്ക് വിജയത്തിനെ പറ്റി നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കില്ല. എല്ലാവരുടെ കാര്യമല്ല പറയണത്, കുറച്ച് ആൾക്കാരുടെ കാര്യം. സ്കൂളുകളിലാണ് ഓരോ ക്ലാസ്സും ജയിക്കുവോ തോൽക്കുവോ എന്നുള്ള ടെൻഷൻ. പരീക്ഷ എഴുതിയിട്ട് അതിന്റെ മാർക്കിൽ നമ്മൾ ജയിക്കുവോ തോൽക്കുവോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ അങ്ങോട്ട് കുഞ്ഞിലെ ചെറിയ കുട്ടിയാകുമ്പോ തുടങ്ങണ ടെൻഷനാണ് ജയിക്കാനും തോൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം. തോൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. പരാജയത്തിന് എന്തിനാ പേടിക്കണേ? പരാജയപ്പെട്ട ആൾക്കാരുടെ വാക്കുകളിൽ എന്തുമാത്രം പ്രചോദിതരായിട്ടുണ്ട് പലവരും. പരാജയപ്പെട്ടവരുടെ ഒരു വരവുണ്ട്, അതൊരു ഗംഭീര വരവാണ്. ആ വരവ് പരാജയത്തിൽ നിന്നുള്ള ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവിന്റെ വിജയം ആഘോഷിക്കുന്നവർ. ആ വിജയ രഹസ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? വിജയിക്കാനുള്ള കുറച്ച് രഹസ്യ വഴികളുണ്ട്, കുറച്ച് ടൂൾസ് ഉണ്ട്. കേൾക്കാൻ എല്ലാവരും റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, പരാജയപ്പെട്ടതോ വിജയിച്ചതോ ആയിട്ടുള്ള അല്ലെങ്കിൽ ജയപരാജയങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമന്റ് ബോക്സിലൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരാം വിജയിക്കാനുള്ള രഹസ്യങ്ങളുമായിട്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. താങ്ക് യു.